നമസ്കാരം. വീണ്ടും കോൺഗ്രസ് വേദിയിൽ ശശി തരൂർ. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നിർദ്ദേശപ്രകാരമാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ മഹിളാ കോൺഗ്രസിന്റെ വേദിയിലെത്തിയത്. പിണറായി സർക്കാരിനെതിരായ സമരപ്രഖ്യാപനമായിരുന്നു ചടങ്ങ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ നിരന്തരം പുകഴ്ത്തിയ തരൂരും കോൺഗ്രസും തമ്മിൽ ഭിന്നതയിലാണെന്നായിരുന്നു റിപ്പോർട്ട്. കേരളത്തിലെ കോൺഗ്രസ് വേദികളിൽ തരൂരിനെ പങ്കെടുപ്പിക്കില്ലെന്ന് ചില നേതാക്കൾ പരസ്യമായി പറയുകയും ചെയ്തു. അതിനുശേഷം കേരളത്തിലെത്തുന്ന തരൂർ മറ്റു പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു. കോൺഗ്രസ് വേദികളിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനാണ് മാറ്റം വരുന്നത്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളടക്കം പങ്കെടുത്ത പരിപാടിയിലാണ് തരൂർ എത്തിയത്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യവും ഈ യോഗത്തിലുണ്ടായിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങി കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രമുഖരെല്ലാം തരൂരിനൊപ്പം വേദി പങ്കിട്ടു. ഇതോടെ കേരളത്തിലെ കോൺഗ്രസിൽ തരൂരിന് വീണ്ടും അവസരമൊരുക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിനെതിരായ കുറ്റപത്രം സമർപ്പണത്തിൽ താരമായി തരൂർ മാറി. സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു ഈ പാർട്ടി പരിപാടി. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിനുള്ള പ്രസക്തി AICC നേതൃത്വം തിരിച്ചറിഞ്ഞതാണ് തരൂരിനെ വേദിയിലെത്തിക്കുന്നതിൽ നിർണായകമായതെന്ന വിലയിരുത്തലുണ്ട്. കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷി നേരിട്ട് തരൂരിനെ ഫോണിൽ വിളിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുമായിരുന്നു. രാജ്ഭവനിലെ ത്രൈമാസിക പ്രകാശനത്തിനു ശേഷം ഡൽഹിയിൽ മടങ്ങാനായിരുന്നു തരൂർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ദീപാദാസ് മുൻഷിയുടെ അഭ്യർത്ഥന അംഗീകരിച്ച് പരിപാടിയിൽ മാറ്റം വരുത്തി. മഹിളാ കോൺഗ്രസ് വേദിയിലും എത്തി. പരിപാടിയുടെ ഫ്ലെക്സിലും തരൂരിന്റെ ചിത്രമുണ്ടായിരുന്നു. മോദി അനുകൂല പ്രസ്താവനകളുടെ പേരിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും തരൂരിനെ കോൺഗ്രസ് പങ്കെടുപ്പിച്ചിരുന്നില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കാൻ എല്ലാവരും ഒരുമിക്കണമെന്ന ചിന്ത ഹൈക്കമാൻഡിനുണ്ട്. NSSനടക്കം താല്പര്യമുള്ള തരൂരിനെ സജീവമാക്കി ചില വെല്ലുവിളികൾ മറികടക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ഈ സന്ദേശം നൽകിയാണ് ദീപാദാസ് മുൻഷി ഇടപെടൽ നടത്തിയത്. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളിൽ പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന് ശക്തമായ താക്കീത് നൽകിയിരുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന റിപ്പോർട്ടുകളും എത്തിയിരുന്നു. ഇത് തരൂർ നിഷേധിക്കുകയും ചെയ്തു. മുൻപും പലതവണ തരൂരിന്റെ നിലപാടുകൾ കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ചിരുന്നു. അഭിപ്രായ പ്രകടനത്തിന് കോൺഗ്രസ് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിലും തരൂർ ലക്ഷ്മണരേഖ കടന്നെന്ന പരസ്യ വിമർശനം കോൺഗ്രസിലെ ചില നേതാക്കൾ ഉയർത്തിയിരുന്നു. ഇന്ത്യ-പാക് സംഘർഷം മോദി മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് തരൂർ ടെലിവിഷൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ഫുൾ മാർക്ക് നൽകിയ തരൂർ മോദി നടത്തിയ അഭിസംബോധനയും പ്രകീർത്തിച്ചിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ആരും വിളിച്ചില്ലെന്ന ശശി തരൂരിന്റെ അഭിപ്രായ പ്രകടനത്തിനെതിരെയും കോൺഗ്രസിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. പാർട്ടിയെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്ന തരൂർ വോട്ടെടുപ്പ് ദിവസം വിവാദത്തിന് തിരഞ്ഞെടുത്തത് മനഃപൂർവ്വമാണെന്നായിരുന്നു സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും വിലയിരുത്തിയത്. AICC വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം MPയുമായ ശശി തരൂർ കുറച്ചുകാലമായി നേതൃത്വമായി അകന്നു നിൽക്കുകയായിരുന്നു. AICC തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരത്തിനിറങ്ങിയതാണ് തരൂരിന് കോൺഗ്രസിൽ തിരിച്ചടിയായത്. AICC പ്രവർത്തക സമിതിയിൽ അംഗമാക്കിയെങ്കിലും പ്രത്യേക ചുമതലകളൊന്നും അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനായിരുന്ന തരൂർ പാർലമെന്റിൽ കോൺഗ്രസിന്റെ ഉപനേതാവ് സ്ഥാനമൊക്കെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ശശി തരൂരിനെ പരിഗണിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായിരുന്നില്ല. പാർട്ടിയിൽ നിരന്തരമായ അവഗണന നേരിടുന്നതായിട്ടുള്ള ആരോപണത്തിനിടയിലാണ് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി മോദിയെയും പ്രകീർത്തിച്ച് തരൂർ രംഗത്ത് വന്നത്.